ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഈ ബീഫ് കറി വെക്കാൻ അറിയില്ല എന്ന് ആരും പറയില്ല കേട്ടോ. ഈ റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തോളൂ, വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഗ്യാസിലോട്ട് ഒരു കുക്കർ വെച്ചെടുക്കുക. ആ കുക്കർ ചൂടായി കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു വലിയ സവാള കട്ട് ചെയ്തുകൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് വഴന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്നുകൂടി വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് മസാല പൗഡറൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ബീഫെല്ലാം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മസാല ബീഫിലൊക്കെ നന്നായിട്ട് തന്നെ ആവുന്നത് വരെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് വേവാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരുപാട് ചാറ് വേണ്ടവരാണെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് വേവാനുള്ള വെള്ളം ഈ ബീഫിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് കുക്കറൊന്ന് അടച്ചു വെച്ച് 4 വിസിലിൽ നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റും. കുറഞ്ഞ ഇൻഗ്രീഡിയൻസും മതിയാവും. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.